NFS Mostwanted കളിച്ചല്ലേ? ഉഫ്, സീൻ ഗെയിം ആയിരുന്നു. ഇനിയിപ്പോ നിങ്ങൾ Mostwanted കളിച്ചിട്ടില്ലെങ്കിൽ കളിച്ചില്ല. എനിവേസ് NFS അല്ല നമ്മുടെ വിഷയം. ഞാൻ ഇപ്പൊ എന്തിനാ NFSനെ പറ്റി പറഞ്ഞത്? അതിലെ മെയിൻ വണ്ടി BMW M3 GTR. അതിന്റെ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ? It's not a supercharger. സാധാരണ സൂപ്പർ ചാർജർ ആയിട്ടുള്ള വണ്ടികളിൽ കേൾക്കണ ഈ വൈനിങ് സൗണ്ട് കേൾക്കണത് ആ വണ്ടിയുടെ ഗിയർ ബോക്സിൽ നിന്നാണ്. ഇന്നത്തെ വിഷയം സ്പർ ഗിയേഴ്സ് ഓർ സ്ട്രെയിറ്റ് കട്ട് ഗിയേഴ്സ്. ഗിയേഴ്സിന്റെ കേസിൽ ലോകത്ത് ഇഷ്ടം പോലെ ടൈപ്സ് ഓഫ് ഗിയേഴ്സ് ഉണ്ട്. ബേം ഗിയർ, ബെവൽ ഗിയർ, പ്ലാനറ്ററി ഗിയർ, ഹെലിക്കൽ ഗിയർ, സ്പർ ഗിയർ, മെറ്റർ ഗിയർ, റിവേഴ്സ് ഗിയർ. പക്ഷെ നമ്മുടെ വിഷയം സ്പർ ഗിയേഴ്സ് ഓർ സ്ട്രെയിറ്റ് കട്ട് ഗിയേഴ്സ്. NFS Mostwanted നേരത്തെ പറഞ്ഞ M3 GTRൽ സ്പർ ഗിയേഴ്സ് ആണ്. അതുകൊണ്ടാണ് അതിന്റെ സൗണ്ടിന് ഒരു വൈനിങ് ഉള്ളത്. മെയിനായിട്ട് റേസ് കാഴ്സിലാണ് ഈ സ്പർ ഗിയേഴ്സ് ഒക്കെ യൂസ് ചെയ്യുക. സ്പർ ഗിയേഴ്സിന് മെയിൻ എതിരാളി പറഞ്ഞ ഹെലിക്കൽ ഗിയേഴ്സാ. ഒരു എഞ്ചിൻ, അത് കാറോ ബൈക്കോ ഏതായാലും അതിനുള്ള ഒരു ഗിയർ ബോക്സ് ഉണ്ടാവും. ഗിയർ ബോക്സ് എന്തിനാന്ന് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഭയങ്കര. ഇനി അറിയാത്തവർക്കായിട്ട് ഗിയർ ബോക്സ് യൂസ് ചെയ്യുന്നത് ഡിഫറെന്റ് സ്പീഡ്സ് അതേപോലെ ഡിഫറെന്റ് ടോർക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ സ്പീഡ് വേണോ? 6 ഗിയർ. കൂടുതൽ ടോർക്ക് വേണോ? ഫസ്റ്റ് ഗിയർ. ഇതിലെ ഫോർഗെറ്റ് സംതിങ്. യെസ്, ഡയറക്ഷൻ. നമുക്ക് ഫ്രണ്ടോട്ട് പോകണോ ബാക്കോട്ട് പോകണമെന്നും കൂടിയുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും ഗിയർ ബോക്സ് വെച്ചിട്ട്. ബാക്ക് ടു അവർ ടോപ്പിക്. ഗിയർ ബോക്സിൽ 2 ടൈപ്പ് ഗിയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഹെലിക്കൽ ഗിയർ ഓർ സ്പർ ഗിയേഴ്സ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് കട്ട് ഗിയേഴ്സ്. ഈ 2 ടൈപ്പ് ഗിയേഴ്സിനും ടീത്ത് ഡിസൈനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഓൾമോസ്റ്റ് ഓൾ വണ്ടികളിൽ യൂസ് ചെയ്യുന്നത് ഹെലിക്കൽ ഗിയേഴ്സ് ആയിരിക്കും. ഹെലിക്കൽ ഗിയേഴ്സിന്റെ ടീത്ത് ഡിസൈൻ ഒരു ആംഗിളിലായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു ചെരിവുണ്ടാവും ആ ടീത്ത് കട്ടിങ്ങിന്. സ്ട്രെയിറ്റ് കട്ട് ഗിയേഴ്സിന് പാരലൽ ആയിട്ടായിരിക്കും ടീത്ത്സ്. ഹെൻസ് ദ നെയിംസ്. ഹെലിക്കൽ ഗിയേഴ്സിന്റെ ടീത്ത് ചെരിഞ്ഞിട്ടായ കാരണം കൊണ്ട് ഇതിന്റെ പവർ ട്രാൻസ്മിഷൻ നടക്കുന്ന ഒരു ആംഗിളിലായിരിക്കും. 2 ഹെലിക്കൽ ഗിയേഴ്സ് തമ്മിലുള്ള കോൺടാക്ട് പോയിന്റ് ഗ്രാജുവലി ടച്ച് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് വരിക. അതായത് ആദ്യം ഒരു മൂലയ്ക്ക് തൊടും, പിന്നെ അതിങ്ങനെ ഗ്രാജുവലി തള്ളി ഫുള്ള് ടച്ച് ആവും. ഈ ഗ്രാജുവൽ ആയിട്ടുള്ള ടച്ചിങ് കാരണം കൊണ്ട് അവിടെ സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ നടക്കും. അതായത് ജർക്കിങ്ങും വലിയ കാര്യമുള്ള സൗണ്ടുകളൊന്നും ഉണ്ടാവില്ല പവർ ട്രാൻസ്മിഷന്റെ സമയത്ത്. നേരെ മറിച്ച് സ്പർ ഗിയേഴ്സിന്റെ കേസിൽ ടീത്തൊക്കെ ഒറ്റയടിക്കാണ് ടച്ച് ആവുക. ഫോഴ്സ് ഓൾ അറ്റ് വൺസ് ആയിരിക്കും. അപ്പോൾ അവിടെ റഫ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ നടക്കണം. ഡിഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുന്നത് ആലോചിച്ചാൽ മതി. പതുക്കെ ഇറങ്ങുന്നതും അതേപോലെ തന്നെ ഒറ്റയടിക്ക് ചാടുന്നതും. സ്പർ ഗിയേഴ്സ് മെയിനായിട്ട് റേസ് കാഴ്സിലാണ് യൂസ് ചെയ്യുക. അവിടെ ഒച്ച ഒരു പ്രശ്നമല്ല. ഇൻഫാക്ട് അവർക്ക് ഒച്ച കുറച്ച് വേണം. സോ ഒറ്റ വെടിക്ക് 2 പക്ഷി. ഇനി ഈ ഗിയേഴ്സ് റേസിംഗിൽ യൂസ് ചെയ്യാൻ കാരണം കൂടുതൽ സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടോ കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റാങ്. ഈ 2 ടൈപ്പ് ഗിയേഴ്സിനും പവർ ട്രാൻസ്മിഷന്റെ കേസിൽ ഒരു 98-99% എഫിഷ്യൻസി ഉണ്ട്. പിന്നെ സ്ട്രെങ്ത്തിന്റെ കേസ് ആണെങ്കിൽ രണ്ടും നമുക്ക് നല്ല സ്ട്രെങ്ത്തിൽ ഉണ്ടാക്കാൻ പോസിബിൾ ആണ്. മെയിൻ ആയിട്ട് സ്ട്രെയിറ്റ് കട്ട് ഗിയേഴ്സ് യൂസ് ചെയ്യാൻ കാരണം ഗിയർ ബോക്സിന്റെ വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ ഡിസൈൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഹെലിക്കൽ ഗിയേഴ്സ് സ്മൂത്ത് ആയിട്ടുള്ള കോണ്ടാക്റ്റും പവർ ഡെലിവറി തന്നാലും അതിലൊരു പ്രശ്നമുണ്ട്. ഹയർ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഹെലിക്കൽ ഗിയേഴ്സിന്റെ ടീത്ത് ഒരു ആംഗിൾ കട്ട് ചെയ്തതിനാലുണ്ട് അതിന് എപ്പോഴും ഒരു സൈഡിലോട്ടൊരു വലിയ ഉണ്ടാവും, ഒരു ആക്സിയൽ ലോഡ്. അപ്പോൾ ഈ ആക്സിയൽ ലോഡ് കാരണം സാധനം ഒരു സ്ഥലത്ത് നിൽക്കില്ല. അതായത് എപ്പോഴും ഓടി കളിക്കാൻ ഒരു ടെൻഡൻസി വരും. ബട്ട് ഗിയർ ബോക്സിന്റെ ഉള്ളിൽ ഇതേപോലത്തെ 10-20 ഗിയേഴ്സ് മില്ലിമീറ്റർ വ്യത്യാസത്തിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഈ അനാവശ്യം ഓടിക്കളിക്ക് ഗ്യാപ്പില്ല. അപ്പോൾ ഈ സൈഡിലേക്കുള്ള ഫോഴ്സിനെ പിടിച്ചെടുത്താൽ നമുക്ക് ത്രസ്റ്റ് ബെയറിംഗ്സ് എന്ന് പറഞ്ഞിട്ട് ബെയറിംഗ് ഇതിന്റെ സൈഡിലിട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ സൈഡിലേക്കുള്ള വലിയ അത് സോൾവ് ആവും. പക്ഷെ ഒരു ലിമിറ്റിൽ കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഈ സൈഡിലേക്കുള്ള ഫോഴ്സിൽ കൂടി അവസാനം ഈ ത്രസ്റ്റ് ബെയറിംഗ്സ് പൊട്ടിപ്പോകും. അപ്പോൾ വലിയ രീതിയിൽ പവറൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ത്രസ്റ്റ് ബെയറിംഗ്സ് അതേപോലെ ഹെവി ആയിട്ട് തന്നെ അപ്ഗ്രേഡ് ചെയ്യണം. അതേപോലെ തന്നെ ഗിയർ ബോക്സിന്റെ ഷാഫ്റ്റ്, ഗിയർ ബോക്സിന്റെ കേസിങ് എല്ലാം നല്ല ഹെവി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യണം. ഈ ഹെവി ആയിട്ടുള്ള അപ്ഗ്രേഡിംഗ് ഒക്കെ വെയിറ്റ് കിട്ടും. അപ്പോൾ ഗിയർ ബോക്സിന്റെ മൊത്തത്തിലുള്ള വെയിറ്റും കൂടും. റേസിംഗും വെയിറ്റും തമ്മിൽ അത്ര നല്ല ബന്ധമല്ല. സോ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി സ്പർ ഗിയേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങി. പവർ ട്രാൻസ്മിഷൻ പാരലൽ ആയിട്ടുള്ള ടീത്ത്സ് വെച്ച കാരണം കൊണ്ട് അവിടെ സൈഡിലേക്ക് വലിവ് ഉണ്ടാവില്ല. സോ ഇല്ലാത്തൊരു സൈഡ് ഫോഴ്സിനെ പിടിച്ചെടുത്താനായിട്ട് നേരത്തെ പറഞ്ഞ ഹെവി അപ്ഗ്രേഡേഷന്റെ ആവശ്യമൊന്നുമില്ല. ദസ് സിമ്പിൾ ഡിസൈൻ, മോർ പവർ ട്രാൻസ്മിഷൻ. പിന്നെ ഡ്രോബാക്സ് പറഞ്ഞത് സൗണ്ടും കുറെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെയാണ്. അത് റേസേഴ്സിന് ഒരു പുത്തരിയല്ലോ. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാക്കിയേക്കണം സ്പർ ഗിയേഴ്സ്. നൗ യു നോ.